ഹായ് ഹലോ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഞാനും അമ്മയായിട്ട് പൊങ്കാലിടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണ് പൊങ്കാല ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ ഈ ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് സർജറി കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് ഇതൊന്നും ഇളക്കാണ്ട് അമ്മയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്നു. അവിടെ ഓൾറെഡി അടുപ്പൊക്കെ പിടിച്ച് വെച്ചു. ഇത് തെരളി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അമ്മയാണ് കൂട്ടെല്ലാം ഇട്ട് തന്നത്. ഞാനിതിനെ കുഴച്ച് വാരി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയാണ് കൂട്ടെല്ലാം ഉണ്ടാക്കി തന്നത്. കാര്യം എനിക്ക് കൂട്ടിൻ്റെ അളവൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കുഴയ്ക്കാൻ ഭയങ്കര പാടെന്ന് പറയുമ്പോൾ നല്ല കൈ വേദനിക്കും എനിക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എല്ലാം ഫുള്ളിരുന്ന് കുഴയ്ക്കുന്നത്. സാധാരണ അമ്മയാണല്ലോ ചെയ്യാറ്. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ ചെറിയ എഴുന്നള്ളത്ത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തെരളി കുമ്പിള് കൂട്ടിയും വെച്ച് അല്ലാണ്ടും വെച്ച്. പച്ച ഈർക്കില്ലായിരുന്നു, മറ്റേ ഉണക്ക ഈർക്കില്ല, അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മണ്ടപ്പുറ്റ് കുഴയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ചേച്ചി വന്നു. ഈ ചേച്ചി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിൽ പൊങ്കാലയ്ക്ക് ഈ ചേച്ചി നമ്മുടെ അടുത്താണ് ഇരുന്നത്. അപ്പോൾ ആ ചേച്ചി ഈ പ്രാവശ്യം അങ്ങനെ തന്നെ വന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ മണ്ടപ്പുറ്റും എല്ലാം ഉണ്ടാക്കി നേരെ ഒരു ഇഡലിക്കുട്ടത്തിലുണ്ട്. ഇഡലിക്കുട്ടത്തിനകത്ത് മണ്ടപ്പുറ്റും തെരളിയും രണ്ടും ഇരിപ്പുണ്ട്. പിന്നീട് നമ്മുടെ അവിടുത്തെ ലാലു ക്ലബിൻ്റെ പടുക്ക ഇതാണ്. പടുക്ക എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ദേവിക്ക് വെച്ചത് ഇവിടെയാണ്. പിന്നീട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. ഈ പൊങ്കാലിടാൻ വേണ്ടി ടൈം. കാര്യം ഞങ്ങൾ രാവിലെ ചെന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ കുഴച്ച് എല്ലാം വെച്ച് കഴിഞ്ഞ്. എൻ്റെ അമ്മയ്ക്ക് ധൃതിയായിരുന്നു. അയ്യോ വെക്കാൻ പറ്റുന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോഴത്തേക്ക് എല്ലാം കഴിയുമെന്നൊരു പേടിയായിരുന്നു. പക്ഷേ എല്ലാം സമയത്തിന് മുന്നേ തന്നെ കഴിഞ്ഞു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പണ്ടരത്തിൽ അവിടെ ആറ്റിലേക്ക് എത്തിച്ചു. ആ സമയം കൊണ്ട് ഇവിടെയും തീർപ്പിച്ചു. എന്നിട്ട് ഞാൻ എന്താക്കുന്നത് ഓടി ചെന്ന് അതിനെ ഇവിടെ ചെറിയ ഇത് വെച്ചിട്ടില്ല പൊങ്കാലയിൽ ഞാൻ പോയി എടുത്ത് ഞാൻ പകുതി എത്തിയപ്പോൾ അണഞ്ഞു. വീണ്ടും എടുത്ത് അതും അണഞ്ഞു. അതിനുശേഷം അമ്മ അതിൽ നിന്നൊരു ചൂട്ടെടുത്ത് എനിക്ക് തന്നു. അതിനെ നേരെ കൊണ്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വെച്ചപ്പോഴത്തേക്കും അതും അണഞ്ഞു പോയി. അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തീ പകർന്നു. അല്ലാണ്ട് വേറെ വഴിയില്ല. അത് അപ്പുറത്ത് രണ്ടും ഒന്നിച്ചാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പായസം, കടും പായസം ഇടണം, തെരളിയും പക്ഷേ മണ്ടപ്പുറ്റും രണ്ടും ഒന്നിച്ചാണ് ഇടുന്നത്. പിന്നീട് ഞാൻ എന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് നല്ലത് തരുന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെത് മാത്രം തിളയ്ക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാവരും തിളച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ തിളച്ചു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെത് മാത്രം തൂവിയില്ല, ബാക്കിയുള്ള എല്ലാവരും തൂവി. പിന്നീട് എൻ്റെത് തൂവിയതിന് ശേഷം പിന്നീട് അത് തൂവി കഴിഞ്ഞിട്ട് വീട് തൂവിയിട്ടായിരുന്നു. ആ ഗ്യാപ്പ് കൊണ്ട് ചേട്ടന്മാരവിടെ ഡ്രിങ്ക്സ് കൊടുത്തു. അപ്പോൾ ഞാനും കുറച്ച് പായസവും മണ്ടപ്പുറ്റും എല്ലാം ആയി. പിന്നീട് ഒരു പായസവും കൂടെ വെച്ച് 3 എണ്ണമായിട്ട് വയ്ക്കണമെന്നാണ് എൻ്റെ കണക്ക്. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ഈ വെള്ള പായസം അതും കൂടെ വെച്ച്. പിന്നീട് ഫുഡ് കഴിക്കാൻ ടൈമിൽ 11 മണിയായപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പം എനിക്ക് അവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ചേട്ടന്മാർ ഫ്രൈഡ് റൈസ് ഇട്ടുണ്ട്. എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട, എനിക്ക് ഊണ് കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫ്രൈഡ് റൈസ് മേടിച്ച് വെച്ചിട്ട് ഊണ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഊണ് മേടിച്ചിട്ട് നല്ല ക്യൂ ആയിരുന്നു, നല്ല വെയിലായിരുന്നു, ഒരു വെയിലായിരുന്നു. നേരെ പോയി ഫുഡ് കഴിക്കാണ്ട് ഞാൻ അമ്മയും കൂടി ഇരുന്നു. അമ്മ ഫ്രൈഡ് റൈസും കഴിച്ചു, ഞാൻ ഊണും കഴിച്ചു. കാരണം എനിക്ക് ഊണ് വേണം നിർബന്ധമായിരുന്നു. ആക്രാന്തം മൂത്ത് ചെന്നപ്പോഴത്തേക്ക് കഴിക്കാതിരുന്നപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ ഇതിട്ടില്ല, അതായത് നമ്മുടെ കമ്പി ഊരിയില്ലായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് അമ്മ നേരെ വീട്ടിലോട്ട് വന്നു. കാര്യം എല്ലാം കൂടെ കൊണ്ടുവരാമെന്നുള്ളത് കുറച്ച് പാടായിരിക്കും. വീട് അടുത്തായതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി കൊണ്ടുവന്നു. പിന്നീട് ഈ ഇരിക്കുന്ന ഗ്യാപ്പോടെ ഞങ്ങൾക്ക് സാധനമൊക്കെ മേടിക്കാൻ പോവായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലാണ്ട് പുറത്തിറങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ അപ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്ന് കുറച്ച് വായനയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ തളിക്കാനുള്ള സമയമായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫോണിലാണ് നോക്കിയത്. ആറ്റുകാൽ തളിക്കുമ്പോഴാണല്ലോ ഇവിടെ തളിക്കുന്നത്. ആ സമയം കൊണ്ട് ഇവിടുത്തെ പോയിട്ട് വന്ന് നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. അങ്ങനെ വേഗമായി ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു തളി നടന്നത് കേട്ടോ. വേഗം തളിച്ചു. ഞാൻ വെച്ചിരുന്ന അടുപ്പിൻ്റെ അവിടെ തളിച്ച് എപ്പോഴാണെന്ന് പോലും ഞാൻ കണ്ടില്ല, അത്ര ഫാസ്റ്റായിരുന്നു. പിന്നീട് അവിടുത്തെ തീർത്ഥം തീർന്നു പോയി. അങ്ങനെ തീർത്ഥം കൊണ്ടുള്ള ചേട്ടന്മാരുടെ ഓട്ടമാണ് ഈ കാണുന്നത്. ആ ഗ്യാപ്പ് കൊണ്ട് അമ്മ എല്ലാവർക്കും നമ്മുടെ മണ്ടപ്പുറ്റും തെരളിലേക്ക് കൊടുത്തില്ല. കാരണം നമ്മുടെ അടുത്തിരുന്ന കുറച്ച് പേർക്ക് ചിലരൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നത്. അങ്ങനെ കുറച്ച് പേരൊക്കെ കൊടുത്തു. പിന്നീട് അവിടെ ഭയങ്കര വണ്ടിയുടെ ബഹളമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞ്. കാര്യം കുറേ പേരൊക്കെ അങ്ങോട്ട് പോയി. അവരൊക്കെ ഓൾറെഡി മിന്നായം പോലെയായിരുന്നു. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണോ എല്ലാവർക്കും അറിയാം നന്നായിട്ട്. അതുകൊണ്ടിട്ട് കുറേ പേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും സെറ്റായിക്കൊണ്ടേ അവരെ വണ്ടിയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ കുറച്ച് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. വലിയ സീനൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ. അതിനുശേഷം പോയിട്ട് വന്ന് പടുക്ക ഇളക്കിയിട്ടില്ലല്ലോ, അങ്ങനെ പടുക്ക ഇളക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പടുക്ക ഇളക്കി കുറച്ച് സാധനങ്ങൾ പോറ്റി എടുത്ത് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്ത്. ചേട്ടന്മാരും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് വിതരണം ചെയ്ത്. പിന്നീട് വിതരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു, ഈ
അവിടെ പൊങ്കാലയ്ക്കിരുന്ന് കുറേ പേർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. കാര്യം കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കുറവായിരുന്നു ഈ വർഷത്തെ പടുക്കയിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ്. കഴിഞ്ഞ വർഷം നിറയെ ഉണ്ടായിരുന്നു, ഒത്തിരി പേർക്ക് ബസ്സിലൊക്കെ വാരി വാരി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ഭയങ്കര വെയിലാണ്, ഞാൻ ഒരു സൈഡിലോട്ട് പോയി നിന്ന് ചൂട് കാരണം മുടിയിനൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ പൂത്തിരിടക്കും. അതിനുശേഷം ഞാൻ അമ്മയും കൂടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ടാറ്റ.